എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റായിട്ടുള്ള ഹെയർ ഓയിൽ ഒരുപാട് പേഷ്യൻസും കസ്റ്റമേഴ്സും ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ഒരു തവണ ഉപയോഗിച്ച പേഷ്യൻസ് പിന്നീട് 4-5 ബോട്ടിൽസൊക്കെ വാങ്ങി അവർ വഴി മൗത്ത് പബ്ലിസിറ്റിയിൽ വേറെ ആളുകളും വാങ്ങി നല്ല മാറ്റമുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് ദ ആയുർ എക്സ്ട്രാക്റ്റ് എന്ന ബ്രാൻഡ് ഫോം ചെയ്യാനുള്ള ഐഡിയ എനിക്ക് വന്നത്. വെറും 2 ലിറ്റേഴ്സിൽ നിന്ന് തുടങ്ങി ഇന്ന് ഓരോ ബാച്ചസും 50 ലിറ്റേഴ്സ് വീതമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഫോർമുലേഷൻ അല്ല ഇത്. ലിറ്ററലി 1 വർഷമെടുത്തു ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ റിസൾട്ടുള്ള ഈ ഒരു റേഷ്യോ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നിർമ്മാണത്തിന് ആയുർവേദാചാര്യന്മാരുടെ സഹായം കുറച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരുപാട് സംഹിതാസൊക്കെ റെഫർ ചെയ്ത് ഓരോ ദ്രവ്യത്തിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഓയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നിർമ്മിക്കുമ്പോൾ കൃത്യമായ അളവിലാണ് ദ്രവ്യങ്ങൾ ചേർക്കേണ്ടത്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുപോലെ തന്നെ പാകങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായ പാകത്തിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല അസുഖങ്ങൾക്കും വഴിവെക്കും. പാകങ്ങളെ പറ്റി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. ഇനി ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരനകറ്റാനും ഹെൽത്തി ആൻഡ് ഷൈനി ആയിട്ടുള്ള മുടിയിഴകൾ വരുന്നതിനും ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാനും സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും ഡെലിവറിക്ക് ശേഷമുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സ്ട്രെസ് കൊണ്ടുള്ള ഹെയർ ഫോൾ ആൻഡ് ഉറക്കക്കുറവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹെയറിന് വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ, അലോപേഷ്യ, മെയിൽ ആൻഡ് ഫീമെയിൽ പാറ്റേൺ ഓഫ് തിന്നിങ് ഓ ബോൾനെസ്, ടിലോജൻ എഫ്ലൂവിയം, ഇത്തരത്തിലുള്ള കണ്ടീഷൻസും നിയന്ത്രിക്കാൻ വളരെയധികം ഹെയർ ഓയിൽ സഹായിക്കുന്നുണ്ട്.